അല്ല പുത്തൻചെറിയിൽ നിന്ന് വരുന്ന കുഞ്ഞെ, പുത്തൻചെറിയിൽ നിന്ന് വരുന്ന ബോട്ടാണോ വന്നത്? അതെ. ആ മലക്കറിക്കാരനെ ഇന്നും കാണുന്നില്ല, എന്തോ ഈ പോലീസ് സ്റ്റേഷൻ എവിടെ അമ്മാവാ? എമ്പോക്കി അമ്മാമ നിന്റെ മറ്റവനാ. ഓരോരുത്തൻ വരും അമ്മാവൻ അപ്പൂപ്പൻ പറഞ്ഞോണ്ട്. എവിടെ നിന്ന് കെട്ടിയെടുത്തടാ? എന്തിനാ ആശാനെ അങ്ങേരെ കയറി അങ്ങനെ വിളിക്കാൻ പോയത്? അല്ല, ഞാൻ അമ്മാവാന്ന്. മാധവൻപിള്ള ചേട്ടന്റെ ഇരട്ട പേരാ അത്. അങ്ങനെ വിളിക്കുന്നത് വലിയ കലിയാ. ഇപ്പൊ എന്തോ ചീത്ത വിളിച്ചില്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അല്ല എങ്ങോട്ടാ? അല്ല, ഈ പോലീസ് സ്റ്റേഷൻ. ദാ നേരെ പോയാ മതി, ബോർഡ് കാണാം. എന്റെ ദൈവങ്ങളെ, കുത്തും കൊലും അക്രമമായിട്ട് ഇന്നിങ്ങോട്ട് ആരും അയക്കല്ലേ. ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തിട്ടാ. നിർബന്ധമാണെങ്കിൽ ഒന്നോ രണ്ടോ പെറ്റിക്കേസുകളാവാം. സാറേ, ഒരാൾ വന്നിരിക്കുന്നു. പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഏത് പുലിവാലാണാവോ? ഇതാ വരണു. എന്റെ ഭഗവാനെ. നമസ്കാരം സാർ. അതവിടെ നിൽക്കട്ടെ, കാര്യം പറ. ആരെങ്കിലും തന്നെ തല്ലിയോ അതോ തന്റെ വല്ലതും കളവ് പോയോ? അഥവാ പോയെങ്കിൽ എപ്പോഴാ എന്താ സാധനം വേഗം പറഞ്ഞിട്ട് പോയിക്കോ. അതല്ല സാർ. ആ, പരാതി എഴുതിക്കൊണ്ടു വന്നിരിക്കുകയാണല്ലേ. മര്യാദക്കാരനാണല്ലോ താൻ. ഇതിന്റെ ശരിയായ രീതിക്ക് നല്ല വശമുണ്ടല്ലേ. ഇങ്ങോട്ട് തന്നെ. പരാതിയല്ല സാർ, ജോയിൻ ചെയ്യാനുള്ള ഓർഡറാ. ഓ, പുതിയ അപ്പോയിന്റ്മെന്റാ. ഞാൻ പരമേശ്വരൻ നായർ, ഹെഡ് കോൺസ്റ്റബിൾ ഇൻചാർജ്. വരണം. മൊയ്തീൻ നമ്പ്യാരെ, ഇത് പുതിയ അപ്പോയിന്റ്മെന്റാ. പേരെന്താ പറഞ്ഞ്? ശ്രീനിവാസൻ. ഞാൻ മൊയ്തീൻ. സ്ഥലം എവിടെ? കല്ലൂപ്പാറ. അപ്പൊ കുറുപ്പിന്റെ ഭാര്യ വീടിന്റെ അടുത്താണല്ലോ. ഞാൻ പാലത്തുനിന്നാ കെട്ടിയിരിക്കുന്നേ. അയ്യോ, നമ്മുടെ SI കരിമ്പാറ മാത്രം സാർ എത്തിയിട്ടുണ്ട്. ശ്രീനിവാസ, ഒന്ന് നന്നായിട്ട് കണ്ടോളൂ കേട്ടോ. അതിന്റെ മോനെ, എന്നോട് സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞ നീ വരത്തില്ലല്ലേ? എന്റെ അടുത്ത് എപ്പിടി കാണിക്കുന്നത്? എന്താണ് നീ രായപ്പന്റെ അടുത്ത് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല സാർ. എന്താ നീ പറഞ്ഞ? എനിക്കറിയാടാ നിന്നെ അറസ്റ്റ് ചെയ്യാൻ എന്താ വകുപ്പെന്ന്. അയ്യോ, ഒന്ന് പിടിച്ചേ. മൊയ്തീനെ നമ്പ്യാരെ, ഇത്തിരി വെള്ളം കൂടെ എടുത്തേ. ഇത്തിരി വെള്ളം കൂടെ എടുക്കണോ. ആരാടോ നായര്? പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. ഭേദം ചെയ്യാനായിട്ട് തല ഇറങ്ങിയതാവും. ശീലം ഉണ്ടാവില്ല. ഗ്യാസ് പോയോ? അയ്യോ. വഴിതെറ്റി കയറിയാണോ? അല്ല സാർ. പിന്നെ വീട്ടുകാരുടെ നേർച്ചയായിരുന്നു തന്നെ പോലീസ് ചേർക്കാമെന്ന്. തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന്. ശരി ശരി, നടക്കട്ടെ. ഇവിടെ നായരെ, സാർ, ഡീറ്റെയിൽസ് എടുത്തിട്ട് ക്യാപ്പ് മെൽറ്റ് ഇഷ്യൂ ചെയ്തേരെ. നാളെ മുതൽ ഡ്യൂട്ടി കയറട്ടെ. പത്ത് 30 വർഷത്തേക്കുള്ള നിന്റെ സർവീസും തുടങ്ങുക. നല്ല പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. എന്നങ്ങോട്ട് ഇറങ്ങാം. ഭഗവാനെ, ഈ കാക്കിടുപ്പും തൊപ്പിയും എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നവരുണ്ട്. എന്നാ അങ്ങനെയല്ല. എന്ത് തോന്നിവാസവും കാണിക്കാൻ മനുഷ്യന്മാർ ഒരുമിടുമ്പോ അത് തടയാനുള്ളവരാ നമ്മള്. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഇന്നലെ പരിചയപ്പെട്ടില്ലേ നമ്മുടെ SI കരിമ്പാറ മാത്തൻ. ഈ കരിമ്പാറ എന്നുള്ള വീടിന്റെ പേരാ. വീടിന്റെ പേരും ആ പ്രകൃതം തമ്മിൽ എന്തൊരു യോജിപ്പാ. കിള്ളിക്കുരിശുമംഗലത്തെ മാത്തന്നല്ല, കരിമ്പാറ മാത്തന്ന. അതൊരു ജന്മം. മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ചെകുത്താനാ. ഒരു പോലീസുകാരൻ എങ്ങനെ ആവരുത് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്താണ് കരിമ്പാറ. മനസ്സിലായോ? അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. സത്യം പറയട്ടെ, താനൊരു കലാകാരനായതുകൊണ്ടാ എനിക്ക് തന്നോടുള്ള ഈ അടുപ്പം. ഞാനും 2-2.5 കൊല്ലം കഥകളി പഠിക്കാൻ പോയതാ. ഒരു കളിക്കാരനാവണമെന്നായിരുന്നു മോഹം. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതായപ്പോ ഇങ്ങനെ ഇറങ്ങിയുള്ളൂ. നടന്നോ, സമയം കളയണ്ട. ഇവിടെ അത്ര തിരക്കുള്ള സ്റ്റേഷനൊന്നല്ല. എല്ലാ അടിപിടി കേസോ പെറ്റി കേസോ അങ്ങനെ ചില്ലറ കേസുകളൊക്കെ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറ്റിയ സ്റ്റേഷനാ. സുഖ. ഹലോ ഹലോ ഹലോ. ഇതറിയില്ലേ, വയർലെസ് സെറ്റ്. വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാനുള്ള ഒരു ഏർപ്പാട്. ഹലോ ഹലോ, കുറവന്തോട് പോലീസ് സ്റ്റേഷനല്ലേ? ഇത് വടക്കേക്കരയാ. അളിയനല്ലേ? ഇത് മൊയ്തീനാ. നാളെ അളിയൻ വരുമ്പോ ഫാത്തിമയുടെ ബ്ലൗസും പിള്ളേരുടെ ഉടുപ്പും അവിടെ ടൈലർ കുഞ്ഞന്റെ കടയിൽ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിച്ചോണ്ട് വരണം. വളരെ അത്യാവശ്യമാ. നിക്കാഹിന് പോകാനുള്ളതാ. അതെ, മറക്കരുത്. ശരി, ഓവർ ഓവർ. ശ്രീനിവാസ,
റൈഫിൾ സെന്റർ ഡ്യൂട്ടി ഉണ്ട്, മനസ്സിലായില്ലേ? മുന്നിൽ പാറാൻ വെക്കുക. ആ ആദ്യത്തെ ഡ്യൂട്ടി അതിനെ ആവട്ടെ. എന്താ? ശരി സാർ. ആ റൈഫിൾ മേടിച്ചോളൂ. ഏയ് എന്താ കുട്ടി? ഏ? കുട്ടിയോ? കൈയെടുത്തേ. ആ എങ്ങോട്ട് പോവാ? ഇത് പോലീസ് സ്റ്റേഷനാ. ആഹാ. എന്നാ ഞാൻ ഇതിന്റെ അകമൊക്കെ ഒന്ന് കയറി കണ്ടോട്ടെ. കേറി കാണാനോ? കേറി കാണാൻ എന്താ കാഴ്ച ബംഗ്ലാവാ? ആ നിങ്ങളെ നിൽപ്പും പാവൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നേ. കൈയെടുത്തേ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇതെന്തുവാ? പറ്റില്ല ഇയാൾക്ക് എന്ന് ഭയങ്കര അവിടെ നിൽക്കല്ലോ. ശല്യമായിരിക്കും. എന്താ എന്താ? സാർ ഈ കുട്ടി. അതെ എന്റെ മോളാ. എന്താ? ഒന്നുമില്ല സാർ. ഈയടാ. നിന്റെ മോൻ ധരിക്കണുണ്ടല്ലേ. എന്റെ ചന്ദ്രിക, നിനക്ക് ഇത്തിരി അടക്കം ഒതുക്കെ ആയിട്ട് മര്യാദയ്ക്ക് നടന്നൂടെ? അച്ഛൻ ഉണ്ണുന്നെങ്കിൽ ഉണ്ണാൻ നോക്ക്. എനിക്ക് പോണം. ഇനി ഞാൻ ഉണ്ണാത്തന്റെ ഉള്ളൂ. ഏതാ ചാക്കോന്തൻ? ഒന്നും മിണ്ടാതിരിക്കണ്ടോ? ശ്രീനിവാസ, ആ താനെവിടെ ഇരി. അയ്യോ വേണ്ട സാർ, ഞാൻ ആ മാധവപിള്ളയുടെ കടയിൽ നിന്ന്. താനാ തോക്ക് മാറ്റി വെച്ച് ഇവിടെ വന്ന് ഇരിയടോ. ഉള്ളതുകൊണ്ട് രണ്ടുപേർക്ക് കൂടെ കഴിക്കാം. വിളമ്പ് മോളെ, ആ പ്ലേറ്റും കൂടെ എടുത്ത്. സാർ മോളാണെന്ന് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ. ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇത് ഒരെണ്ണേ ഉള്ളൂ. അത് തന്നെ ധാരാളല്ലേ. ഏതിനാ പഠിക്കുന്നത്? ടൈപ്പ്. ഹയർന. അത് പിന്നെ വലിയ കാര്യല്ലേ. അച്ഛാ. ആ വിളമ്പ് വിളമ്പ്. അയ്യോ അതാ ജീപ്പ് വരണു. ഞാൻ പോവാ. അവിടെ കയറി. എന്താ ഇത്? അച്ഛന് അച്ഛന് ഊണ്. ആ ഓ ഏ. രാവിലെ കഞ്ഞിയാണോ കുടിച്ചേ? ഇല്ല സാർ, പുട്ടും കറില്ല. ഒന്ന് ചോണയായിട്ട് നിൽക്കണു. ഓടോടുന്നു. ഏത് വാടോ? എങ്ങനെയുണ്ട് എന്റെ ബംഗ്ലാവ്? കൊള്ളാം സാർ. ആ ഇത് എനിക്ക് ആകെയുള്ള ഒരു ഭാര്യ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന ആളാ ശ്രീനിവാസൻ. എവിടെയാ വീട്? കല്ലൂപ്പറയല്ല. ആഹാ. അവിടെ വാലിയമിറ്റെന്ന് പറഞ്ഞൊരു വീടുള്ളത് അറിയോ? അറിയാം. എന്റെ ചെറിയമ്മയുടെ മൂത്ത മകളുടെ ഭർത്താവിന്റെ സഹോദരിയെ കെട്ടിച്ചയച്ചിരിക്കുന്നത് അങ്ങോട്ടാ. ഓ, അവരൊക്കെ അവിടെ തന്നെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. നീ പോയി ചായ ഇടാൻ നോക്ക്. ഹോ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്കാ. കെട്ടിയിരിക്കണ ഒരു സാറാ, ഗോപാലേഷൻ. അറിയാം. അമ്മയുടെ എന്തൊരു അടുത്ത ബന്ധം കൂടി ഉണ്ട്. ആണോ? കണ്ടോ കണ്ടോ, പറഞ്ഞു വരുമ്പോ രക്തബന്ധം ഇല്ലെങ്കിലും ബന്ധുക്കളായിട്ട് തന്നെ വരും. പിന്നെ എടോ ശ്രീനി, എനിക്ക് തന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. അതിപ്പോ പോയി. അല്ല, ഇവിടെ എവിടെയാ താമസം? തൽക്കാലം സ്റ്റേഷനിൽ തന്നെയാ. ഒരു വീട് നോക്കണം. അതിപ്പോ ഇവിടെ ആ, വീടാണെങ്കിൽ മതി മതി മതി, നിർത്തതിന്റെ കിന്നാരം. വീടിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വീട് നോക്കാൻ പോണ ഒരാളെ അയ്യോ. എന്നാ എന്നെ മരുന്ന്. എന്താ അസുഖം? പ്രഷർ അല്ലാതെന്താ, ശരീരാണ് ഈ പണിയെടുക്കണ്ടേ. ഓ പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ഏമാനല്ലേ? മതി 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 മതി, വല്ലതും കുടിക്കാണ്ടെങ്കിൽ എടുക്ക പോയിട്ട്. ശ്രീ അവിടെ ഇരിക്കെ, ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരട്ടെ. വാ ഇരിക്കെ, ഇപ്പൊ വരാം. 5 മിനിറ്റ്. ശരി സാർ. അതെ, ഒന്ന് അകത്തേക്ക് പോണമായിരുന്നു. അതിനെന്താ, പൊക്കോളൂ. അല്ല, നിങ്ങളുടെ ഈ നിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെയും പാറാവ് തുടങ്ങിയെന്ന്. കളിയാക്കിയതാ? അല്ലല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ വേറെ ഒരു ജോലിയും കിട്ടാഞ്ഞിട്ടാണോ പോലീസ് ചേർന്ന്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കണ്ടപ്പോ അങ്ങനെ തോന്നി. നമസ്കാരം സാർ. ആ രായപ്പനെ പോകുന്നു. കുറച്ചു നേരമായി സാർ. ആ വാ. എന്താണോ തല്ലും പിടി ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചൂടെ? താൻ എന്താ വെച്ചാ തല്ലിയത്? തുഴ വെച്ചാ സാർ. സാർ ഇവൻ ഹെൽത്ത് സെന്ററിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്ന് രക്ഷിക്കണം സാർ. ആ വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാടാ. ആ രായപ്പനെ ഇട്ടോട്. രായപ്പാ, അരമുറി. ഓ എന്താടോ?
ഈ ഫയല് പരമേശ്വര സാർ ഒപ്പിടിക്കാൻ ഞാൻ പിന്നെ കൊണ്ടുവരാം സാർ. അവിടെ നിന്ന് എന്നാ രായപ്പം വയ്ക്കൂ. വളരെ ഉപകാരം സാർ. ആ വൈകിട്ടാണ് സാർ. ശരി. എടോ ആ ജീപ്പിന്റെ പുറകിലേ ഒരേത്തക്കൊലയും ചാക്കേട്ടും ഉണ്ട്. വൈകുന്നേരം തെർസിയാമ്മയുടെ വീട്ടിലെത്തിക്കണം. എത്തിക്കാൻ സാർ. വീടറിയാവോ? ഇല്ല സാർ. പിന്നെ എങ്ങനെ എത്തിക്കും? എടോ ആശുപത്രി അടുത്ത് നിന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. സാറേ, ഈ ത്രേസ്യാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട് ഏതാ? ഇയാളുടെ വായിൽ ഇത് പഴോ? ചിലപ്പോ പൊട്ടനായിരിക്കും. ആ എവിടെ പോയിട്ട് വരുന്നു? ടൈപ്പ് കഴിഞ്ഞിട്ട്. ഇതെന്താ ഈ ചാക്ക് കിട്ടൊക്കെ ആയിട്ട്? ഞാൻ ആ ത്രേസ്യാമ്മയുടെ വീട് വരുന്നു പോവാ. ചേട്ടാ, ഈ ത്രേസ്യാമ്മയുടെ വീട്ടിലുള്ള വഴി ഏതാ? നേരെ അങ്ങ് വിട്ടാ മതി. നേരെ പോയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലടോ. അവിടെ എത്തുമ്പോ അവൾ എന്നെ വിളിച്ച് കയറ്റിക്കോളൂ. ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും ചാക്കോട്ടായിട്ട്. പണ്ടൊക്കെ രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫുൾ ടൈം ആയെന്നാ തോന്നുന്നു. അവളുടെ സമയം കൊള്ളാം. ഇവിടെ ആരും ഇല്ലേ? നന്നായിട്ട് സാറേ. എസ് ഐ സാർ നന്നായിച്ചാ? ഏതാ മനസ്സിലായില്ല. ഞാനിവിടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്നതാ. പോവാന്നോ? അതെന്നാ പോക്കാ? കേറിയിരിക്കെ, ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് വാ. അല്ലേ ചൂടായിട്ട് എന്തേലും ഇത്തിരി. എനിക്കൊന്നും വേണ്ട. ഓ എന്നാ പേടിയാന്നേ. ഞാൻ പിടിച്ച് തിന്നത്തൊന്നുമില്ല. വന്നേ. അയ്യോ, എനിക്കൊന്നും വേണ്ട. എന്നെ വിടൂന്നേ. വിട്. അയ്യോ. എടോ ശ്രീനിവാസ, നിനക്ക് സംഗീതം വശമുണ്ടോ? അല്പമൊക്കെ. ഈ കഥകളി പദം വല്ലതറിയോ? ഏയ് ഇല്ല. പിന്നെ എന്ത് കലാകാരനാണോ താൻ? കുണ്ടിത നായക എന്നാ ഞാനവിടെ നന്ദി. സാറേ. ഒന്ന് പോടോ. കുണ്ടിത നായക നന്ദിനിക്കൊത്തൊരു പെണ്ണില്ല മണ്ണില്ല തുണനവും. എത്ര കാലായി ഒരു നല്ല കഥകളി കണ്ടിട്ട്. ഇപ്പൊക്കെ സായിപ്മാർക്ക് കാണാൻ വേണ്ടി ഒരുതരം കാട്ടിക്കൂട്ടലല്ലേ, വികൃതം, ഗോഷ്ടി. സാറേ, ആരോടെ? ഞാനാ സാറേ കള്ളം വരിയത്. ഒരുത്തൻ പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ വന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ടല്ലേ കള്ളനാണെന്ന്. ഈ നാട്ടിൽ എന്തിനാ പോലീസ്? എന്താണോ ഉറങ്ങണം സാർ. അതിന് ഞാൻ എന്ത് വേണം? താരാട്ട് പറഞ്ഞോ? അയ്യോ വേണ്ട സാർ, ഇന്നത്തേക്ക് ഇവിടെ ഒന്ന് കിടന്നോളാൻ SI അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓ, അതേതായാലും നന്നായി. ഇന്നൊക്കെ ഒരു ദിവസത്തെങ്കിലും നാട്ടുകാർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. ശ്രീനിവാസ, ആ സെല്ലും തുറന്നു കൊടുത്തേ, കിടന്നോട്ടെ. പോ 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 പോ. എന്താ മുഖത്തത്ര ഗൗരവം? പിന്നെന്താ, ഞാൻ പല്ലടിച്ച് നടക്കണോ? പല്ലിളിക്കൊന്നും വേണ്ട, കാണുമ്പോ ഒന്ന് ചിരിച്ചൂടെ? തനിക്ക് മുഖം ചേരുന്നില്ല. ഓ, ഞാൻ സഹിച്ചോളാം. മാറി. എനിക്കറിയാം എന്താ കാരണമെന്ന്. വഴിന്ന് മാറ്, എനിക്ക് പോണം. നിന്നേ, ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയതുകൊണ്ടല്ലേ ദേഷ്യം? SI സാർ ചാക്കേട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പോയതല്ലേ? എനിക്കറിയായിരുന്നു ആ സ്ത്രീ എത്രക്കാരിയാണെന്ന്. എന്തിനാ ഈ SI പറയുന്നതെല്ലാം ചെയ്യാൻ പോകുന്നത്? പറ്റില്ലെന്ന് പറഞ്ഞൂടായിരുന്നോ? നല്ല കഥയെ, മേലുദ്യോഗസ്ഥനല്ലേ? ഓ, അത്രയല്ലേ ഉള്ളൂ. അയാളുടെ വീട്ടുവേലക്കാരനൊന്നുമല്ലല്ലോ. അത് ശരിയാണ്, പക്ഷേ ഞാൻ പോന്നു. എനിക്കങ്ങനെ ആരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ. സാറിലെ കട നോക്കാൻ വന്നേ? മാധവൻപിള്ള. അതെ, മണി 8 ആയത് മുതല് സാറിനെയും കാത്ത് കുറ്റി അടിച്ചതിലൂടെ നിൽക്കായിരുന്നു. വന്നാട്ടെ വന്നാട്ടെ. മുറിയുടെ കാര്യമൊക്കെ ഓഫീസ് പറഞ്ഞിരുന്നല്ലോ. നല്ല സ്ഥല സൗകര്യം വേണം. പിന്നെ എനിക്കൊരാൾക്ക് താമസിക്കാൻ അങ്ങനെ വിസ്തരിച്ചൊന്നും വേണ്ട. മുറിയുടെ കൂടെ തന്നെ ഒക്കെ ഉണ്ട്. സാർ ഒന്ന് കണ്ടിട്ട് പറയണം. എന്റെ പേര് പീറ്റർ എന്നാണ്. ഈ സാറ് വിളി ഒന്ന് ഒഴിവാക്കിയാൽ കൊള്ളാം. കേട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്കത് ശീലമായി പോയി സാറേ. ആ, ഇതാണ് കട. പഴയ ഒരു സ്റ്റുഡിയോ ആയിരുന്നു, ഇപ്പൊ പൂട്ടിക്കിടക്കുക. ഇത് മതിയാവും. പുറയിലൊരു ചായപ്പുണ്ട്, അതിനോട് തൊട്ട് കുളിമുറി, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാർ. കൊള്ളാം. അല്ല, ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞു, എന്താന്ന് മനസ്സിലായില്ല. അതൊക്കെ ഉണ്ട്. അപ്പോ ഇത് നമ്മൾ ഉറപ്പിക്കുന്നു. പാർട്ടിയെ കണ്ട് വേണ്ട ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഓ ഓ ഓ
എന്താണ് പരിപാടി അമ്മാവോ? അമ്മ നിന്റെ അമ്മയുടെ നായർ പോടാ. രാജപ്പനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, അവന്റെ വാല ആനയും പേടിക്കണം, ആന പുണ്ടത്തെയും പേടിക്കണം. സാറിന്റെ കട ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. വരണം, ഒരു ചായ അടിച്ചിട്ട് വാ. വന്നട്ടെ. ഈ കരിമ്പാറയുടെ ഒക്കെ ഒരു ഇടപാട് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ ഈ കാട്ടുമുക്കില. പറയാൻ പറ്റില്ലെന്നേ, വല്ല കള്ളന്മാരും കയ്യിലൊന്ന് ചാടിയാലോ? കള്ളന്മാർ എന്റെ കയ്യിൽ വന്ന് ആടാൻ വേണ്ടി ഇങ്ങനെ ഉറക്കൊഴിച്ച് നടക്കല്ലേ? അവർക്ക് ഫുൾ നൈറ്റ് വേറെ പണി ഉണ്ടാക്കാന്. ഇത് വെറുതെ ഉറക്കൊളക്കാൻ വേണ്ടി ഞാൻ ഏതായാലും പോയി ഉറങ്ങാൻ പോവാ. താനും പോയി കിടന്നു. എന്നാലും നമ്മുടെ ഡ്യൂട്ടി. കുന്തം ഇനി ഇപ്പൊ രാത്രി മഞ്ഞും കൊണ്ട് ഉറക്കൊഴിഞ്ഞ് നടന്നാ കിട്ടാൻ പോയല്ലേ രാഷ്ട്രപതിയുടെ. താൻ വേണേ നടന്നു, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. നമുക്ക് വീട്ടില് പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതാണ് ആച്ചാനെ. ഗുഡ് നൈറ്റ്. അവിടെ നിൽക്കാൻ നാശം. അവിടെ നിൽക്കാൻ ആള് പോയതുണ്ടോ ഇതിലെ? അവൻ ഇതിനകത്തോട്ട് കയറിയെന്നാ തോന്നുന്നു. എന്തുവാ സാറേ, എന്ത് പറ്റി? ഒരു കള്ളൻ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. ഒയ്യോ, എന്റെ ഈശോ വിശോ തമ്പുരാനെ. തേങ്ങാക്കള്ളം നാണുമായിരിക്കും സാറേ. ആഹാ, ആ ഞാനൊന്ന് കേറി നോക്കിയല്ലോ. ഇങ്ങോട്ട് വലിച്ച് പുറത്തിടണം സാറേ, അവന്റെ കഥ ഇന്ന് നിങ്ങൾ കഴിച്ചു തരാം. കേറി നോക്കാല്ലേ? ഒന്ന് കയറി നോക്കണം സാറേ. ചെല്ലണം സാറേ. ആ, കഴിവണ്ട പോനെ. കള്ളം പോയി. പുറകുവശത്ത് വെയിൽ വിളിച്ചവൻ ആ വഴി പോയി. വഴിയില്ല. നിങ്ങൾ ഈ വഴി വിട്ടോ? വടക്കേക്കര സ്റ്റേഷൻ. ഇത് പോസ്റ്റ് ഓഫീസിൽ നിന്നാ. ഇവിടെ മാർക്കറ്റിൽ ആകെ പ്രശ്നമാ. ഉടൻ പോലീസ് എത്തിയേ പറ്റൂ സാർ. കാര്യം പറടോ. സാർ ഫയൽമാൻ അറുമുഖം പിള്ളക്ക് ഭ്രാന്തളായിരിക്കുന്നു സാർ. അതിന് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ കാര്യം? ആശുപത്രി കൊണ്ടാ നോക്ക്. ആരും അടുക്കുന്നില്ല സാർ. അടിച്ച് താഴെ ഇടുക. അയ്യോ സാർ, ഒരു കട തല്ലി തകർത്തു കഴിഞ്ഞു സാർ. ഒരു വാൻ പോലീസെങ്കിലും ഉടനെ അയച്ചേ പറ്റൂ സാർ. ആ വരാം, താൻ കിടന്ന് കീറാതെ. ശ്രീനിവാസൻ, സർ, ഇവിടെ മാർക്കറ്റിന്റെ അവിടെ ഒരുത്തം കിടന്ന് ബേളം ഉണ്ടാക്കുന്നു എന്ന് വിളിച്ചോണ്ട് വാ. ബലം എടുക്കണോ സർ? വേണ്ട, ചെന്ന് വിളിച്ചാ മതി, കൂടെ പോരും. പട്ടികളെ കൊല്ലുമല്ലാതിനെ. ആ, എങ്ങോട്ടാ സൈക്കിളിൽ പറക്കുന്നേ? ഒരു പുള്ളി അറസ്റ്റ് ചെയ്യാൻ പോവാ. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. SI സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ പല കേസുകൾക്ക് എന്നെ തനിച്ചാ വിടാറ്. എന്റെ പേരിലുള്ള വിശ്വാസം കൊണ്ടാണേ. അതെ അതെ. സംസാരിച്ച സമയമില്ല, ഞാൻ പോട്ടെ. പട്ടികളെ കൊല്ലുവിടാൻ. ചൊടയുണ്ടോ വേണം? ചൊടയുണ്ടോ വേണ്ട? കൊല്ലും. പോലെ അടുക്കല്ലേ സാറേ, മുഴുവട്ട. ഇപ്പൊ 4-5 അടിച്ച് താഴെ ഇട്ടതേ ഉള്ളൂ. ഞാൻ സംസാരിച്ചു നോക്കാം. എന്താ അയാളുടെ പേര്? ഫയൽമാൻ ആർമുഖമുള്ള. സാർ ഒറ്റയ്ക്ക് പോകാതിരിക്കാണ് ബുദ്ധി. സാറേ 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 പോലെ സാറേ പോലെ സാറേ
സാറേ പോകല്ലേ. അടി അടുത്ത് വന്ന അടി കൊല്ലി. താഴെയിടാൻ. താഴെയിടാൻ. താഴെയിട്. ഇട്ടോ. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ആ.